അഹമ്മദാബാദിൽ 241 പേരുടെ മരണത്തിനിടയാക്കിയ എയർ ഇന്ത്യ വിമാനാപകടത്തിന്റെ പ്രാഥമിക വിവരത്തിന്റെ ചില സൂചനകൾ പുറത്തു വന്നിരിക്കുന്നു. AAIB ആണ് ഈ വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ നൽകുന്ന സൂചനകൾ അനുസരിച്ച് ഈ ലാൻഡിംഗ് ഗിയർ വിന്യസിച്ചതും വിങ് ഫ്ലാപ്പുകൾ പിൻവലിച്ചതും ഉൾപ്പെടെ ബോയിങ് 787-ന്റെ ടേക്ക് ഓഫ് സമയത്ത് നടന്ന ആ ഒരു കോൺഫിഗറേഷൻ അനുസരിച്ച് ഫ്ലൈറ്റ് കൺട്രോളിൽ യാതൊരു തകരാറുമില്ല എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. പക്ഷേ 2 എഞ്ചിനുകൾ മാത്രം തകരാറിലാകുമ്പോൾ അടിയന്തരമായി ഓൺ ആകുന്ന RAT റാം എയർ ടർബൈൻ പ്രവർത്തിച്ചിരുന്നു. ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് 2 എഞ്ചിനുകളും ഒരേ സമയം പ്രവർത്തനരഹിതമായി എന്നാണ് ആദ്യ സൂചനകൾ പുറത്തു വരുന്നത്. വീഡിയോ തെളിവുകളിലും പറന്നുയർന്ന വിമാനത്തിന് വീണ്ടും മുകളിലേക്ക് ഉയരാൻ കഴിഞ്ഞില്ല എന്നും AAIB പറയുന്നു. എന്തുകൊണ്ടാണ് 2 എഞ്ചിനുകളും പെട്ടെന്ന് തകരാറിലായത് എന്നതിനെക്കുറിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുന്നതായിട്ടും എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ പറയുന്നു. ഏതായാലും ഒരു പ്രാഥമിക വിവരമാണ്. ഇന്ത്യയിലുള്ള ഏതാണ്ട് എല്ലാ ഏജൻസികളും ഈ വിമാന അപകടത്തെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. NIA ഉണ്ട്, IB ഉണ്ട്, മിലിറ്ററി ഇന്റലിജൻസ് ഉണ്ട്. അങ്ങനെ അനവധി ഡിപ്പാർട്ട്മെന്റുകൾ അന്വേഷിക്കുന്ന ഒരു അപകടം കൂടിയാണ്. ഏതായാലും വലിയ ഊഹാപോഹങ്ങൾ നിലനിൽക്കുന്ന ഒരു അപകടമാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഈ വൃത്തങ്ങൾ നൽകിയിട്ടില്ല. പ്രാഥമികമായ ചില സൂചനകൾ മാത്രമാണ് നൽകിയിരിക്കുന്നത്. ഈ സൂചന അനുസരിച്ചിട്ട് ഈ വിമാനത്തിന്റെ 8 എഞ്ചിനുകളും ഓഫ് ആവുകയായിരുന്നു. കാരണം ആ സമയത്ത് മാത്രം ഓണാകുന്ന റാം എയർ ടർബൈൻ ഓണായി. ഒപ്പം തന്നെ വിമാനം പറന്നുയർന്നതിന് ശേഷം മുകളിലേക്ക് ഉയരാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്നതിനെ കുറിച്ചാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. അതായത് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ അന്വേഷണം പുരോഗമിക്കുന്നത്. ഇതിന്റെ വീഡിയോ തെളിവുകൾ സഹിതമാണ് അവരിതിനെ പരിശോധിച്ചത് എന്നും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.